അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പുകാലം സ്വതക്കകളുടെ ദാനധർമ്മങ്ങളുടെ കാലമാണ്. ദാനം സമ്പത്തിനെ കുറയ്ക്കുകയില്ല, അതിൽ അഭിവൃദ്ധിയെ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളം അഗ്നിയെ കെടുത്തുന്നത് പോലെ സ്വതക്ക പാപത്തെ കെടുത്തിക്കളയുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലിവുള്ള ഹൃദയം വേണോ? സാധുവിനെ ഭക്ഷിപ്പിക്കുകയും അനാഥന്റെ ശിരസ് തലോടുകയും ചെയ്യുക എന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ വിചാരണ കഴിയും വരെയും ഓരോ മനുഷ്യനും അവൻ നൽകിയ സ്വതക്കയുടെ തടലിലായിരിക്കുമെന്നും പ്രവാചക ശ്രേഷ്ഠൻ ഉണർത്തിയിട്ടുണ്ട്. ഖുർആൻ സത്യവിശ്വാസികളെ മൗലികമായി പഠിപ്പിക്കുന്ന കാര്യമാണ് ദാനധർമ്മബോധം എന്നത്. സമ്പത്തെന്തും തൻ്റേതു മാത്രമാണ് എന്ന സ്വാർത്ഥ ചിന്തയ്ക്കപ്പുറം തന്റെ സമ്പത്തിൽ സഹജീവികളിൽ പലർക്കും അവകാശമുണ്ട് എന്ന വിശാല ചിന്തയിലേക്ക് വിശ്വാസികളെ വളർത്തുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞത് ശ്രദ്ധേയമാണ്. രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കുന്നതാണ്. അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. സൂറത്തുൽ ബഖറയിലെ 274 ആയത്തിന്റെ ആശയമാണ് കേട്ടത്. ഈ വിശുദ്ധ റമദാനിൽ സദഖകൾ നൽകി പ്രിയപ്പെട്ടവരെ പ്രതിഫലം വർദ്ധിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.